ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റീസെന്റ് നമ്മൾ ടാറ്റ പഞ്ചിന്റെ അഡ്വഞ്ചർ വേരിയന്റിന്റെ വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് വന്ന കുറച്ചധികം കമന്റുകളാണ് ടോപ്പ് എൻഡിന്റെ വീഡിയോ കൂടി ഉൾപ്പെടുത്താമെന്ന്. ഇതാണ് ടോപ്പ് എൻഡ് എംപവേർഡ് പ്ലസ് എസ് വേരിയന്റ്. ഇത് 40 kW ബാറ്ററി പാക്കിലാണ് വരുന്നത്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഹായ്, റീസെന്റ് പെട്രോളിന്റെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ഇടുന്നത് EV വാഹനങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിൽ കൂടുതൽ മെസ്സേജ് വരുന്നത് EV വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു വാഹനം പഞ്ച് EV ആണ്. ഇപ്പോൾ സോളാർ വീട്ടിൽ വെച്ച് 3 kW അല്ലെങ്കിൽ 5 kW സോളാർ വെച്ചവർക്കൊക്കെ ഈസിലി ഡെയിലി യൂസിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വാഹനമാണ് ശരിക്കും നമ്മളുടെ പഞ്ച് EV. ഇത് പഞ്ച് EVയുടെ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. 15 ലക്ഷം രൂപ താഴെയാണ് ഈ വാഹനത്തിന് പ്രൈസ് വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു സെഗ്മെന്റിൽ നമുക്കിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്ന അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വാഹനമായിട്ട് പറയാവുന്നത് പഞ്ച് EV തന്നെയാണ്. പഞ്ച് EVയുടെ 40 kW ഒക്കെ നമുക്ക് ഏകദേശം ഒരു 12 ലക്ഷം രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റിയൽ ലൈഫിൽ നമുക്കൊരു 300-നും 350 കിലോമീറ്ററിനും ഇടയ്ക്ക് സിംഗിൾ ചാർജിൽ കവർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വീട്ടിലെ ഹോം ചാർജർ ഉപയോഗിച്ചാലും മതി, അതല്ലെങ്കിൽ പുറത്ത് ചാർജ് ചെയ്താലും ഡെയിലി യൂസിന് ബെസ്റ്റാണ്. ഇത് പഞ്ച് EVയുടെ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും തരുന്ന ഒരു പ്രീമിയം വാഹനത്തിനോട് കിടപിടിക്കുന്ന ഫീച്ചേഴ്സ് തരുന്ന പഞ്ച് EV ആണ്. ഇത് എംപവേർഡ് പ്ലസ് എസ് എന്നാണ് ഈ വേരിയന്റിന് പറയുന്നത്. പഞ്ച് EVയിൽ ഏറ്റവും കാണാൻ ഭംഗിയുള്ളതും അത്യാവശ്യം നല്ലൊരു റോഡ് പ്രസൻസ് തരുന്ന ഒരു കളറാണ് ഈ ഫിയർലെസ് യെല്ലോ എന്ന് പറഞ്ഞ കളർ. ഇത് ആ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രീനിഷ് കോമ്പിനേഷൻ അത്യാവശ്യം നല്ല ഒരു റോഡ് പ്രസൻസ് തരുന്നുണ്ട്. ഇനി ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് എൻഡ് എല്ലാ വാഹനത്തിനും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. പഴയ EVയിൽ നമുക്ക് ഇവിടെ ഒരു കണക്റ്റഡ് ലൈറ്റ് കാണാമെങ്കിൽ ഇപ്പോൾ കണക്റ്റഡ് ലൈറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. കണക്റ്റഡ് DRL വരുന്നില്ല. വശങ്ങളിലായിട്ട് നമുക്ക് LED DRLs കൊടുത്തിരിക്കുന്നു. അത് ബേസ് വേരിയന്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടും ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പ് കാണാം, ഡ്യുവൽ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. അതിനകത്ത് കോർണറിംഗ് ഫംഗ്ഷനോട് ലാമ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും LED ആയിട്ടാണ് വരുന്നത്. ഈ ഒരു പോർഷൻസ് എല്ലാം ഒരു ഗ്രേ ഫിനിഷ് ആണ്. ഇപ്പോൾ ബ്ലാക്ക് മാറി ഫുള്ളി ഗ്രേ ആയിട്ടുണ്ട്. ആ ഗ്രേ ഫിനിഷും ഈ ഒരു കളറിനോട് മാച്ച് ആവുന്ന രീതിയിലാണ് വരുന്നത്. ഫ്രണ്ടിൽ ഈ ഒരു ബമ്പറിന്റെ പോർഷൻസ് എല്ലാം നമുക്ക് ഒരു ഗ്രേ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റും വരുന്നുണ്ട്. 195 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇത് 360 ക്യാമറ വരുന്ന ടോപ്പ് എൻഡ് ആയതുകൊണ്ട് ഫ്രണ്ട് ക്യാമറ കാണാം. ടോപ്പിലായിട്ട് നമുക്ക് ഇവിടെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നതും. ഈ ഒരു പോർഷൻ നമുക്ക് ആ ഒരു ലോഗോ ഒരു വൈറ്റ് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. എന്താണെങ്കിലും പഞ്ചിൽ കാണാൻ ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് ഈ ഫിയർലെസ് യെല്ലോ. ഒരു നമ്മുടെ ഗ്രീനിഷ് ടച്ചൊക്കെ വരുന്നൊരു കളറാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ ഒരു യെല്ലോയിഷ് ടോൺ തോന്നുമെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഒരു ഗ്രീനിഷ് ടച്ചാണ് വരുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ EV ആയിട്ട് വരുന്ന ഒരേ ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ പഴയ പഞ്ച് EV ആയിട്ട് വരുന്ന ഒരേ ഒരു ഡിഫറൻസ് ഇവിടെ .EV എന്ന് പറഞ്ഞ ബാഡ്ജിങ് വന്നു എന്നുള്ളതാണ്. ഈവൻ ടയേഴ്സ് വരെ നമുക്ക് പഴയ പഞ്ച് EVയിൽ കണ്ട സെയിം ഡയമണ്ട് കട്ട് അലോയ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഗ്രേ ആൻഡ് ഡയമണ്ട് കട്ട് ഫിനിഷാണ് വരുന്നത്. 195/60/16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. പുതിയ പഞ്ച് EV വന്നപ്പോൾ ബാക്കിലെ ഡിസ്ക് ബ്രേക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. വശങ്ങളിൽ നമുക്ക് ആ ഒരു ഗ്രേ ക്ലാഡിങ് പോകുന്നത് കാണാം. ഇതിൽ ആ ഗ്രേ മാറി ഒരു ബ്ലാക്ക് ക്ലാഡിങ് തന്നെ ആയിരുന്നു എങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ലുക്ക് ആയേനെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡ്യുവൽ ടോൺ കളർ ടോപ്പിലും താഴെ ആ ഒരു കളർ ചേഞ്ച് വന്നേനെ. ഇതിപ്പോൾ ആ ഒരു ഡ്യുവൽ ടോൺ കളറാണ്. ആ ഒരു ഫിയർലെസ് യെല്ലോ പ്ലസ് ബ്ലാക്ക് ടോപ്പ് എൻഡ് വേരിയന്റിലാണ് ഇങ്ങനെ ഒരു ഡ്യുവൽ ടോൺ കളറുകൾ വരുന്നത്. മിറേഴ്സ് നമ്മൾ എല്ലാ ടാറ്റ വാഹനങ്ങളിലും കാണുന്ന സിമിലർ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ള മിറേഴ്സ് ആണ്. അതിന് താഴെ നമുക്ക് 360 ക്യാമറ കാണാം. LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. കീലെസ് എൻട്രി വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാനും നമുക്ക് ഫോളോ മി ഹെഡ് ലാമ്പിന്റെ ഓപ്ഷനോട് ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ട് കീ കൊടുത്തിരിക്കുന്നു. നമ്മൾ റീസെന്റ് റിവ്യൂ ചെയ്ത അഡ്വഞ്ചർ വേരിയന്റ് തൊട്ടാണ് ഈ കീ വരുന്നത്. ഈ റെയിൻ ഗാർഡ് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. നിയർ ബൈ 2700 രൂപ എടുത്താണ് കോസ്റ്റ് വരുന്നത്. പ്ലെയിൻ ഗ്ലാസുകളാണ്. നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ റൂഫ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഷാർഫിൻ ആന്റിന കാണാം. നമുക്കൊരു സിംഗിൾ ഡിൻ സൺ റൂഫും വരുന്നുണ്ട്. ബാക്കിലെ ഡോർ ഹാൻഡിൽസ് ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ്. നമ്മുടെ B പില്ലറും C പില്ലറും നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കാണാം. കണക്റ്റഡ് ടെയിൽ ലൈറ്റ് നമുക്ക് ഈ എംപവേർഡ് പ്ലസ് ടോപ്പ് എൻഡ് വേരിയന്റിൽ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിലെ ഒരു ഡിസൈൻ തന്നെ നമുക്ക് സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അതിന് ഡാഷ് ക്യാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഡാഷ് ക്യാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ റീസെൻ്റ്ലി നമ്മളുടെ റെഡ് ടൈഗർ F7 എലൈറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് നടത്തിയിരുന്നു. നമുക്ക് ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ബാക്ക് ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്.
നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ LED കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഈ പോർഷൻ സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. അതിൻ്റെ താഴെ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സും ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. ബാക്ക് വശം എല്ലാം പഴയ പഞ്ചിന് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് ഈ ഒരു ലോഗോന് മുകളിലായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിലേക്ക് നമുക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിരുന്നു. നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പാഴ്സൽ ട്രേ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. 366 ലിറ്ററാണ് ബൂട്ട് കപ്പാസിറ്റി. ബൂട്ടിൽ നമുക്കൊരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങളും വരുന്നുണ്ട്. ടോപ്പ് എൻഡ് വേരിയന്റ് ആണെങ്കിലും ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്പ്ലിറ്റ് സീറ്റിന്റെ ഓപ്ഷൻസ് ഒന്നും ഈ ടോപ്പ് എൻഡ് വേരിയന്റിലും ഉൾപ്പെടുത്തിയിട്ടില്ല. പഞ്ച് EVയിൽ ഒരു വേരിയന്റിലും നമുക്ക് സ്പെയർ വീല് വരുന്നില്ല, പകരം പഞ്ചർ കിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ആ ഒരു സ്കിൽ പ്ലേറ്റ് സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. സെന്റർ മൗണ്ടഡ് ആയിട്ടാണ് റിവേഴ്സ് ലൈറ്റ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ഇന്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ട്രിക്കോ സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ കളറാണ്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലേക്ക് വന്നാലും ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. വൈറ്റ് ആൻഡ് ഗ്രേ ആണ് ഡോർ പാഡ് വരുന്നത്. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് ആണ്. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. നമുക്ക് ഈ ഒരു സ്കഫ് പ്ലേറ്റ് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് വെന്റിലേറ്റഡ് സീറ്റിന്റെ ഓപ്ഷനോട് കൂടിയ ലെതറിഡ് സീറ്റുകളാണ് വരുന്നത്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. പുഷ് ബട്ടൺ സ്റ്റാർട്ടിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെയെല്ലാം നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസും കാണാനായിട്ട് പറ്റും. പഞ്ച് EV ടോപ്പ് എൻഡ് വേരിയന്റിന്റെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ഇന്റീരിയറാണ്. അത് നമുക്ക് ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ആ പ്രീമിയം ഫീൽ തരാനായിട്ടുള്ള ഒരു കാരണം സീറ്റ് കാര്യങ്ങളെല്ലാം ഒരു വൈറ്റ് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. നമ്മുടെ സെൻറ്ററിലും ആ ഒരു വൈറ്റ് ഫിനിഷ് കാണാം. ബ്ലാക്കിന് പകരം ഒരു ഗ്രേ ഫിനിഷാണ് അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാറ്റയുടെ ടോപ്പ് എൻഡ് വാഹനങ്ങളിലൊക്കെ കാണുന്ന സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ബാക്ക് ലൈറ്റ് സ്റ്റിയറിംഗ് വീല് കാണാം. അതിൻ്റെ ഔട്ടർ പാർട്ട് നമുക്ക് ആ ഒരു ഗ്രേ ഫിനിഷിലും ഇന്നറിലും നമുക്ക് ആ ഒരു വൈറ്റ് ഫിനിഷും കൊടുത്തിരിക്കുന്നു. ആ ഒരു പ്രീമിയം ടച്ച് തരുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് പാഡൽ ഷിഫ്റ്റേഴ്സ് അല്ല, നമ്മുടെ റീജനറേഷൻ്റെ പെഡലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ വൈപ്പറാണ് ഓട്ടോ ഹെഡ്ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ 10.25 ഇഞ്ചിൻ്റെ ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റാണ് വരുന്നത്. TPMS അതിനകത്ത് കാണാം. മറ്റ് എല്ലാ ഡ്രൈവിംഗ് ഇൻഫർമേഷൻസും അതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ മീഡിയയുടെ കൺട്രോൾസ് വരുന്നുണ്ട്, നാവിഗേഷൻ വരുന്നുണ്ട്. നമ്മളുടെ നെക്സോൺ EVയിലൊക്കെ കണ്ട സെയിം സ്ക്രീൻ തന്നെയാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ചാർജ് കാണിക്കുന്നത് 99% to 87 കിലോമീറ്ററേ കാണിക്കുന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ, അതായത് അഡ്വഞ്ചറിൻ്റെ വീഡിയോയിലും ഇങ്ങനെ തന്നെയാണ് കാണിച്ചത്. പക്ഷേ ഈ വാഹനം ഇപ്പോൾ ഷോറൂമിൽ ഞാൻ കുറച്ച് നേരമായി ഇതിനകത്ത് കയറി ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് റേഞ്ച് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. റിയൽ ലൈഫിൽ ഒരു 350+ എന്താണെങ്കിലും ഒരു 320, 350യുടെ ഇടയ്ക്ക് നമുക്ക് ലഭിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് 99%-ൽ 287 അത് കാണിക്കുന്നുണ്ട്. നമ്മൾ ഡ്രൈവ് മോഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ സ്പോർട്ടിലേക്കായി 273യും ഇക്കോയിലേക്ക് ആയിക്കഴിഞ്ഞാൽ 302വും ഇതിനകത്ത് തന്നെ ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാണിക്കുന്നുണ്ട്. മറ്റെല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. ടോട്ടൽ കിലോമീറ്റർ, അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് വരുന്നുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു 10.1 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. ഇതിൻ്റെ ഇൻ്റർഫേസ് ഒരു ഗ്രീനിഷ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പെട്രോൾ വാഹനമാണെങ്കിൽ നമുക്കൊരു ബ്ലൂ ഫിനിഷിലാണ് ലഭിക്കുക. നമുക്ക് അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഫീച്ചേഴ്സ് വരുന്നു. പിന്നെ നമുക്ക് 360 ക്യാമറ ഇതിനകത്ത് ടോപ്പ് എൻഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ എംപവേർഡ് വേരിയൻ്റ് തൊട്ടാണ് നമുക്ക് 360 ക്യാമറ വരുന്നത്. സറൗണ്ട് വ്യൂ എന്നും പറഞ്ഞ് അത് കാണാൻ പറ്റും. ഫുൾ HDയിൽ ആ ഒരു എന്താ പറയുക, ഫുൾ ക്ലാരിറ്റിയിൽ തന്നെയാണ് നമുക്കത് ലഭിക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റുമെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. ഈ ഒരു പോർഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞ ഒരു വൈറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത്. അതിന് താഴെയായിട്ട് നമ്മളുടെ ACയുടെ ടച്ച് കൺട്രോൾസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. AC നമുക്ക് ഇവിടെയും കൺട്രോൾ ചെയ്യാം, നമുക്ക് സ്ക്രീനിലും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്കൊരു ഹിൽ ഡിസൈൻ കൺട്രോൾ, ബാക്കിലെ ഡീഫോഗറിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലെ ചാർജിങ് പോർട്ട് അൺലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, പിന്നെ ലോക്ക് ആൻഡ് അൺലോക്ക്, 360 വ്യൂ, ഇങ്ങനെയും നമുക്ക് 360 ക്യാമറ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം ചാർജിങ് പോർട്ടാണ്. ഒരു 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. 12 വോട്ടിൻ്റെ ചാർജിങ് പോർട്ട്, ഒരു USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് പാഡാണ് വരുന്നത്. ഇത് നമ്മളുടെ ഗിയർ സെലക്ടറാണ്. നമ്മുടെ അഡ്വഞ്ചർ വേരിയൻറ്റ് തൊട്ടല്ല എല്ലാ വേരിയൻറ്റുകളിലും 40 കിലോവാട്ട് എല്ലാ വേരിയൻറ്റുകളും ഈ ഒരു ഗിയർ സെലക്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡ്രൈവ് മോഡുകൾ കൊടുത്തിരിക്കുന്നു. ഓട്ടോ പാർക്ക് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ്, സെൻറ്റർ, 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇവിടെ കീ ഒക്കെ സൂക്ഷിക്കാൻ ചെറിയൊരു സ്പേസ്, സെൻറ്റർ ആംറെസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ ടോപ്പിൽ നമുക്ക് സോഫ്റ്റ് ടച്ചാണ് വരുന്നത്.
നമ്മൾ ആദ്യം പറഞ്ഞ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്, സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, ഒരു സിംഗിൾ ഡിൻ സൺ റൂഫ് കാണാം, അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ കൊടുത്തിരിക്കുന്നു. അകത്തെ ലൈറ്റുകൾ LED ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഡ്രൈവർ സൈഡിൽ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ്, ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസിൻ്റെ ഗ്ലോ ബോക്സ് ആണ്, കൂൾ ഡൗൺ ലൈറ്റ് ഫീച്ചറോട് കൂടി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡ് നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറിൽ തന്നെ കാണാം. പവർ വിൻഡോൻ്റെ ബട്ടൺ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഡോർ ഹാൻഡിൽസ് ഒരു ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് വരുന്നില്ല. ഒരു 15 വാട്ട്സിൻ്റെ ചാർജിങ് പോർട്ട് കാണാനായിട്ട് പറ്റും. ലെതറിറ്റ് സീറ്റുകൾ തന്നെയാണ് വരുന്നത്. സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്, അതിനകത്ത് കപ്പ് ഹോൾഡർ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് റൂം കാണാനായിട്ട് പറ്റും. സീറ്റിൻ്റെ ബാക്കിൽ സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചീവിയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സെഗ്മെൻറ്റിലെ സേഫസ്റ്റ് കാറാണ് പഞ്ചീവി. ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. മറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്, ABS EBD ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസൻ കൺട്രോൾ, അങ്ങനെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. പഴയ EV കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിലെ ഡിസ്ക് ബ്രേക്ക് ഒഴിവാക്കിയത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഫാർ ബെറ്റർ ആയേനെ. റേഞ്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ബാറ്ററി പാക്കിലാണ് ലഭിക്കുന്നത്. 30 kW ബാറ്ററി പാക്ക് 365 ARI സർട്ടിഫൈ ചെയ്തിരിക്കുന്ന റേഞ്ച്. നമുക്കൊരു 230-നും 250-നും ഇടയ്ക്ക് റിയൽ ലൈഫിൽ എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ 40 kW നിങ്ങൾ കാണുന്ന നമ്മളുടെ സ്മാർട്ട് പ്ലസ് വേരിയൻ്റ് തൊട്ട് നമുക്ക് 40 kW അവൈലബിൾ ആണ്. ഇത് 468 ARI സർട്ടിഫൈ ചെയ്തിരിക്കുന്ന റേഞ്ച്. റിയൽ ലൈഫിൽ ഒരു 320-നും 350-നും ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ 30 kW ബാറ്ററി പാക്ക് ഉള്ളതിന് 86 HP പവറും 154 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി 40 kW വന്നു കഴിഞ്ഞാൽ 127 HP പവറും നമ്മളുടെ 154 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതായത് ഈ ടോപ്പ് എൻഡ് വാഹനം 0 to 100 ഒക്കെ ക്ലൈം ചെയ്യുന്നത് നിയർ ബൈ 9 seconds ആണ്. അതിൽ താഴെയൊക്കെ ഓടി എത്തുന്നുണ്ട്. പല വീഡിയോസിലും നമുക്കത് കാണാനായിട്ട് പറ്റും. അത് ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്ര ചെറിയ വാഹനത്തിന് അത്രയും പവർ ലഭിക്കുമ്പോൾ സിറ്റിയിലൊക്കെ ഓടിക്കാൻ നല്ല രസമാണ്. ഇനി ഇതിൻ്റെ പ്രൈസിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് നമ്മളുടെ റീസെൻ്റ്ലി അപ്ഡേറ്റ് ചെയ്ത അഡ്വഞ്ചർ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. നമുക്കിപ്പോൾ 40 kW പ്രൈസ് ഒന്ന് നോക്കാം. 40 kW സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മാർട്ട് പ്ലസ് വേരിയൻറ്റിലാണ്. ആ വാഹനത്തിന് 12,04,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഒരു 12 ലക്ഷത്തിനൊക്കെ അത്യാവശ്യം ഓഫറുകൾ ഉണ്ടെങ്കിൽ ഓൺ റോഡ് ഇറക്കാൻ പറ്റുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ റീസെൻ്റ്ലി റിവ്യൂ ചെയ്ത അഡ്വഞ്ചർ 40 വേരിയൻ്റാണ്. ആ വാഹനത്തിന് 12,88,000 രൂപയാണ് പ്രൈസ് വരുന്നത്. പിന്നെ നിങ്ങൾ കാണുന്ന ടോപ്പ് എൻഡ് വേരിയൻറ്റുകളാണ് എംപവേർഡ് 40, പിന്നെ എംപവേർഡ് 40S. എംപവേർഡിന് 40-നേക്കാളും കൂടുതൽ ഇറങ്ങുന്നത് ഈ കാണുന്ന എംപവേർഡ് പ്ലസ് S40 വേരിയൻ്റ് ആണ്. എംപവേർഡ് 40ക്ക് നമുക്ക് 13,62,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഈ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണെങ്കിൽ 13,87,000 രൂപ. അപ്പോൾ എംപവേർഡ് 40-നേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഈ പ്ലസ് S ഈ ഒരു വേരിയൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ടാറ്റ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷനും ഞാൻ പെരുമ്പാവൂരുള്ള ഗോകുൽ മോട്ടോഴ്സിൻ്റെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. പഞ്ചീവി എന്നല്ല, ടാറ്റയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.